Hi dears, welcome back to my YouTube channel. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടാണെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ വെക്കാനായിട്ട് ഒരു പ്ലാന്റ് ഹോൾഡർ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിന് മുകളിലായിട്ടാണെങ്കിൽ മാക്രൈൻ ത്രെഡ് വെച്ചിട്ടാണെങ്കിൽ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ പർപ്പിൾ കളർ അതുപോലെ തന്നെ വൈറ്റ് കളർ മാക്രൈൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടോപ്പിലായിട്ട് പർപ്പിൾ കളർ മാക്രൈൻ ത്രെഡാണ് ചുറ്റി കൊടുക്കുന്നത്. മാക്രൈൻ ത്രെഡിന് പകരം പല കളറിലാണെങ്കിൽ ജൂട്ട് ത്രെഡൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ജൂട്ട് ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചുറ്റിയെടുത്ത് നല്ലൊരു ഫ്ലവർ വേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പർപ്പിൾ കളർ ത്രെഡ് ഫുൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നെക്സ്റ്റ് പോർഷനിലാണെങ്കിൽ വൈറ്റ് കളർ മാക്രൈൻ ത്രെഡ് ആണെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. നേരത്തെ ഞാനാണെങ്കിൽ ഈ ജൂട്ട് ത്രെഡുകൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അയച്ചെടുത്തിട്ടാണ് ഇതുപോലത്തെ ഒരു ഫ്ലവർ വേസ് മേക്കിംഗ് ഒരു ഐഡിയ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നത്. ഇടയ്ക്ക് കുറച്ച് കൂടുതൽ ഗ്യാപ്പ് കിടപ്പുണ്ട്. അപ്പോൾ അതാണെങ്കിൽ നമ്മളിത് ഫുള്ളൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് ആ ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പം നീങ്ങി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഗ്യാപ്പൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിത് മൊത്തം ആണെങ്കിൽ ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൈ കൊണ്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ത്രെഡ് ഫുള്ളാണെങ്കിൽ ചുറ്റിയെടുത്ത് അടിഭാഗത്തായിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ത്രെഡൊക്കെ ചുറ്റി ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോട്ട് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ചെറിയൊരു പോട്ടാണ് നിലവിലുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലും അതുപോലെ തന്നെ ത്രെഡും വെച്ചിട്ട് ഇതുപോലെ ഒരു പോട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ആണെങ്കിൽ ഇത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഇവിടെയായിട്ട് കുറച്ച് മിറേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ് വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കുറച്ച് സമയം മാത്രം എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കുപ്പി അതുപോലെ തന്നെ കുറച്ച് ത്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി പോട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. കിച്ചണിലൊക്കെ എവിടെയെങ്കിലും ഇതൊന്ന് സെറ്റാക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ടാറ്റ ബൈ.